മടിയില്ലാതെ എല്ലാ ദിവസവും യോഗയ്ക്ക് വരുന്നതാണ്. അപ്പോൾ എനിക്കുണ്ടായ പോസിറ്റീവ് ചേഞ്ചസ്, ഞാൻ ഈ വയറ് കുറയ്ക്കാനാണ് വന്നതെങ്കിലും എനിക്ക് ഓൾട്ടുഗതർ ഞാനിപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞാൽ എൻ്റെ മുഖം ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ടെൻസ്ഡ് ആയ പോലെയായിരുന്നു എന്നെ കാണാറ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് പ്ലസൻ്റ് ആയിട്ടുണ്ട്. അത് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ മോളിപ്പോൾ UK ഉള്ളത്. അപ്പോൾ അവൾ രാവിലെ എണീറ്റ് ഉടനെ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങും, അയ്യോ ഇന്ന് ഓഫീസിലെ സമയത്തെത്തോ, ഒന്ന് ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടാവില്ലേ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം വരി ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. അവൾ 25 വയസ്സായി, അവൾ കഴിക്കുന്ന കഴിക്കട്ടെ, ഇനിയിപ്പോൾ എനിക്കിത് അവൾ ശരിയായിക്കോളൂ. അങ്ങനെ എനിക്കൊരു എൻ്റെ തോട്ട് പ്രോസസ്സ് തന്നെ മാറിയിട്ടുണ്ട്. അത് ഈ ഒരു 8 മാസം കൊണ്ട് വന്ന മാറ്റമാണ്. പിന്നെ എൻ്റെ കാലിലൊക്കെ ഞാൻ നിന്ന് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ CPCRൽ റിസർച്ച് വിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ടൈം നിന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാലിൽ നിറച്ച് വേരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഈ വേരിക്കോസ് വെയിൻ ഒന്നും കാണുന്നില്ല, കാലൊക്കെ വളരെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇയർ ബാലൻസിങ് പ്രശ്നം ഉണ്ടായിരുന്നു, അലർജി ഉണ്ടായിരുന്നു. എപ്പോഴും ചുമ 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചുമക്കും, പിന്നെ അത് പോകും, പിന്നെ ചുമ വരും. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അതൊന്നുമില്ല. ഞാൻ ഈ പുതുമഴ മുഴുവനും ഫസ്റ്റ് ഡേ മുഴുവനും നനഞ്ഞു, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ എനിക്ക് ഒരുപാട് യൂറിനറി ട്രാക്ട് നാരോ ആയതുകൊണ്ട് സർജറി 2020 ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം യൂറിനൊക്കെ പാസ് ചെയ്യുന്നത് വളരെ സ്മൂത്തായി എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാനൊരു മേജർ ആക്സിഡൻറ്റിൻ്റെ സർവൈവറാണ്. അതിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് ഈ യൂറിനറി ട്രാക്ട് പ്രശ്നം പറഞ്ഞത്. എൻ്റെ അബ്ഡോമൻ മൊത്തം ഇങ്ങനെ പെൽവിക് ബോണൊക്കെ 3ആയി ഒടിഞ്ഞ്, യൂട്രസ് പിന്നെ ബ്ലാഡറൊക്കെ കംപ്ലീറ്റ്ലി ഡിസ്റ്റൻറ്റഡ് ആയി 13 വയസ്സിൽ. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 മാസമൊക്കെ കിടന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പം എനിക്ക് ഓട്ടുന്നത് വളരെ ഹെൽത്തിയായിരുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. അതുകൊണ്ട് ഡോക്ടർ ഋഷിതയുടെ ഈ സംരംഭം വളരെ വലിയ വിജയമായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. കൂടുതൽ ആൾ ഈ ഫെസിലിറ്റി യൂസ് ചെയ്യണമെന്ന് ഞാൻ